Hello everyone, I am Bhavana. ഞാൻ ഇന്ന് സ്റ്റോക്സ് തിയറം വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് പറയാൻ പോണേ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ വെരിഫൈ സ്റ്റോക്സ് തിയറം വെൻ എഫ് ഇസ് ഈക്വൽ ടു 2x മൈനസ് വൈ ഐ മൈനസ് വൈ സെറ്റ് സ്ക്വയർ ജെ മൈനസ് വൈ സ്ക്വയർ സെറ്റ് കെ എസ് ഇസ് ദ അപ്പർ ഹാഫ് സർഫസ് ഓഫ് ദ യൂണിറ്റ് സ്ഫിയർ എച്ച് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആൻഡ് സി ഇസ് ഇറ്റ്സ് ബൗണ്ടറി. സോ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ നമുക്ക് സ്റ്റോക്സ് തിയറം ആണ് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോക്സ് തിയറം പറയുന്നത് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് കേൾ എഫ് ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ഇതാണ് നമുക്കിവിടെ വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് സീനെ പാരാമീറ്ററൈസ് ചെയ്യാം. സി എന്ന് പറയുന്നത് ഇതിൻ്റെ ബൗണ്ടറി ആണ്. ഇതിൻ്റെ ഈ സി എന്ന് പറയുന്നത് ഒരു സർക്കിളാണ്. എക്സ് വൈ പ്ലെയിനിലുള്ള ഒരു സർക്കിളാണ്. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് യൂണിറ്റി ആണ്. സെൻറ്റർ എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ പാരാമീറ്ററൈസ് ചെയ്യുമ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു കോസ് ടി, വൈ ഇസ് ഈക്വൽ ടു സൈൻ ടി, സെഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. അപ്പോൾ നമുക്കിന്ന് ആദ്യം നമുക്ക് എൽ എച്ച് എസ് ചെയ്യാം. അപ്പോൾ എൽ എച്ച് എസ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ് നമുക്ക് ആദ്യം കാണേണ്ടത്. അപ്പോൾ നമുക്കിതിന് പാരാമീറ്ററൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആർ ഓഫ് ടി എന്ന് പറയുന്നത് കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജി എന്ന് കിട്ടും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. അപ്പോൾ നമുക്കതിന് ഡി ആർ എന്ന് പറയുന്നത് മൈനസ് സൈൻ ടി ഡി ടി ഐ പ്ലസ് കോസ് ടി ഡി ടി ജെ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുമ്പോൾ നമുക്ക് എഫ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2x മൈനസ് വൈ ഐ മൈനസ് വൈ സെറ്റ് സ്ക്വയർ ജെ മൈനസ് വൈ സ്ക്വയർ സെറ്റ് കെ എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ എഫ് ഡോട്ട് ഡി ആർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ സെഡിൻ്റെ ടേം 0 ആയി പോകും. കാരണം സെഡ് ഇസ് ഈക്വൽ 0 ആയതുകൊണ്ട് തന്നെ സെഡിൻ്റെ ടേംസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ മൈനസ് സൈൻ ടി 2x മൈനസ് വൈ ഡി ടി ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ടി 2 കോസ് ടി മൈനസ് സൈൻ ടി ഡി ടി. അപ്പോൾ നമുക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ലിമിറ്റ് 0 to 2π ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ 0 to 2π മൈനസ് സൈൻ ടി 2 കോസ് ടി മൈനസ് സൈൻ ടി ഡി ടി. നമുക്ക് സൈൻ ടി ഉള്ളിക്കെടുക്കുമ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ 0 to 2π സൈൻ സ്ക്വയർ ടി മൈനസ് 2 സൈൻ ടി കോസ് ടി ഡി ടി എന്ന് കിട്ടും. പിന്നെ നമുക്കതിന് ഇങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ 0 to 2π 1 മൈനസ് കോസ് 2t ബൈ 2 മൈനസ് സൈൻ 2t ഡി ടി ഇസ് ഈക്വൽ ടു നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതിന് ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പൈ എന്ന് ഉത്തരം കിട്ടും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു 2x മൈനസ് വൈ ഐ മൈനസ് വൈ സെറ്റ് സ്ക്വയർ ജെ മൈനസ് വൈ സ്ക്വയർ സെറ്റ് കെ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ എൽ എച്ച് എസ് നമുക്ക് എന്ത് കിട്ടി? പൈ എന്ന് കിട്ടി. ഇനി നമുക്ക് ആർ എച്ച് എസ് ചെയ്യാം. അതായത് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് കേൾ എഫ് ഡോട്ട് ഡി എസ്. അപ്പോൾ നമുക്കിതിൻ്റെ കേൾ എഫ് കാണാം. കേൾ എഫ് കാണുമ്പോൾ നമുക്ക് അറിയാം ഡെൽ ക്രോസ് എഫ് ആണ്. അപ്പോൾ നമുക്കത് കെ എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്തതായിട്ട് സർഫസ് എസിനെ പാരാമീറ്ററൈസ് ചെയ്യാം. സർഫസ് എസ് എന്ന് പറയുന്നത് അപ്പർ ഹാഫ് സർഫസ് ഓഫ് ദി യൂണിറ്റ് സ്ഫിയർ എച്ച് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അതാണ് ഇത്. ഇതിനാണ് നമ്മളിത് പാരാമീറ്ററൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടും ആർ ഓഫ് യു വി ഇസ് ഈക്വൽ ടു സൈൻ യു കോസ് വി ഐ പ്ലസ് സൈൻ യു സൈൻ വി ജെ പ്ലസ് കോസ് യു കെ. ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഡി ഇസ് ഈക്വൽ ടു യു വി സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ 2 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഇതിന് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു യു ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആർ ഓഫ് യു വിനെ വിത്ത് റെസ്പെക്ട് ടു യു ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോസ് യു കോസ് വി ഐ പ്ലസ് കോസ് യു സൈൻ വി ജെ മൈനസ് സൈൻ യു കെ. വിത്ത് റെസ്പെക്ട് ടു വി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും മൈനസ് സൈൻ യു സൈൻ വി ഐ പ്ലസ് സൈൻ യു കോസ് വി ജെ. നമുക്ക് ഇനി ആർ യു ക്രോസ് ആർ വി കാണാം. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ സൈൻ സ്ക്വയർ യു കോസ് വി ഐ പ്ലസ് സൈൻ സ്ക്വയർ യു സൈൻ വി ജെ പ്ലസ് സൈൻ യു കോസ് യു കെ എന്ന് കിട്ടും. ഇനി നമുക്ക് കേൾ എഫ് ഡോട്ട് ഡി എസ് കാണാം. അതാണ് കേൾ എഫ് ഓഫ് ആർ ഓഫ് യു വി ഡോട്ട് ആർ യു ക്രോസ് ആർ വി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കേൾ എഫ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കെ എന്നുള്ളത്. അപ്പോൾ കെ ഇൻറ്റു നമുക്ക് കിട്ടിയിരിക്കുന്ന ആർ യു ക്രോസ് ആർ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ യു കോസ് യു എന്ന് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിനി ഡബിൾ ഇൻറ്റഗ്രേഷനാണ് ഇവിടെ ചെയ്യുന്നത്. ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് കേൾ എഫ് ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് നമുക്ക് ലിമിറ്റ് ഇട്ട് എടുക്കുമ്പോൾ ഇൻറ്റഗ്രൽ 0 to 2π ഇൻറ്റഗ്രൽ 0 to പൈ ബൈ 2 സൈൻ യു കോസ് യു ഡി യു ഡി വി ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റഗ്രൽ 0 to 2π 0 to പൈ ബൈ 2 സൈൻ 2u ഡി യു ഡി വി എന്ന് കിട്ടും. ഇനി നമ്മൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പൈ എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ എൽ എച്ച് എസും ആർ എച്ച് എസും പൈ എന്ന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ രണ്ടും പൈ എന്ന് കിട്ടിയതുകൊണ്ട് നമുക്കിവിടെ സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്തു എന്ന് പറയാം.
അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.